ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആർഭാട ജീവിതത്തിന് സാഹചര്യമൊരുക്കെ ലളിത ജീവിതം വരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച പുണ്യാത്മാക്കളിൽ ഒരാളാണ് ദേവദാസൻ പൂതത്തിൽ തുമ്മിയച്ചൻ. അച്ഛൻ തൻ്റെ ജീവിത സാക്ഷ്യത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലളിത ജീവിതം പുണ്യാത്മാക്കളുടെ ശൈലിയാണ്. ജീവിത ലാളിത്യം ദേവാശ്രയബോധത്തിൻ്റെ പ്രതിഫലനമാണ്. സമ്പന്നതയുടെ മധ്യത്തിൽ ലളിത ജീവിതം നയിക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ്. ദൈവമാണ് യഥാർത്ഥ സമ്പത്തെന്ന് തിരിച്ചറിഞ്ഞ് ദൈവമെന്ന അമൂല്യനിധി സ്വന്തമാക്കിയവർക്ക് മാത്രമേ ലളിതമായ ജീവിതശൈലിയെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൻ്റെ സൗന്ദര്യവും വിശുദ്ധിയും അടങ്ങിയിരിക്കുന്നത് ആർഭാടത്തിലല്ല, മറിച്ച് ലാളിത്യത്തിലാണ് എന്നത് ഇന്നത്തെ തലമുറ വിസ്മരിച്ചു പോകുന്ന ഒരു സത്യമാണ്. എന്താണ് യഥാർത്ഥ ജീവിത ലാളിത്യം? അത്യാവശ്യവും ആവശ്യവും അനാവശ്യവും തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നതാണ്. നമ്മുടെ വാക്കിലും ചലനങ്ങളിലും പെരുമാറ്റത്തിലും ലാളിത്യം നിറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ആഴവും ലഭിക്കുന്നത്. ലാളിത്യം ജീവിതശൈലിയാകുമ്പോൾ ഉള്ളിൽ സമൃദ്ധി തോന്നും. ഇപ്രകാരം ദേവദാസൻ പൂതത്തിൽ തൊമ്മിയച്ചനെ പോലെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ ഒന്നുമില്ലായ്മയുടെ മനോഭാവത്തോടെ പുണ്യാത്മാക്കളുടെ ശൈലിയായ ലളിത ജീവിതം നയിച്ച് ജീവിത ലാളിത്യത്തിൻ്റെ പാഠങ്ങൾ ഇന്നത്തെ ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.